Hello. So, in that video, ഒരു ഫേസ് യോഗ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയ ആ ടൈം മുതൽ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തും കമൻറ്റൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് യോഗയുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് പേരും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ് യോഗയുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫേസിൽ ഫേസ് യോഗ ചെയ്തിട്ട് കുറേ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 2023 മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഫേസ് യോഗ ചെയ്യൽ. എൻ്റെ മുഖം ശരിക്കും നല്ലൊരു വട്ട മുഖമാണ്. ഇപ്പോൾ കുറച്ച് ഈ ഒരു പോർഷൻ കുറച്ചൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ജോ ലൈന്, പിന്നെ എനിക്ക് ഡബിൾ ചിൻ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഫേസ് യോഗ ചെയ്തിട്ടാ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരും. കാരണം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു 2-3 ദിവസം ഗ്യാപ്പ് വന്നതിൻ്റെ വ്യത്യാസം എനിക്ക് തന്നെ തൊടുമ്പോഴും അറിയുന്നുണ്ട്, കാണുമ്പോഴും അറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യാൻ ഒരു 2-3 ദിവസം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശമൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അത് ഇന്നതാണ് ഗുണം എന്ന് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ആക്ച്വലി ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് 2023 പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ആങ്കർ ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ മലൈക്ക അറോറയുടെ വീഡിയോ, ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് വേണ്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫേസ് യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ രാത്രിയും ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അനുവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ ടോണർ അടിക്കുക. ഇത് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ്. ഇത് ഞാൻ 2020 മുതൽ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ റൈസ് ടോണറാട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അരിയില്ലേ, അരി വെള്ളത്തിലിട്ടിട്ടുള്ള അതിൻ്റെ വെള്ളം വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതും എനിക്ക് നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടല്ലോ. ഇതിനേക്കാളും അത് നല്ല ചേഞ്ച്, കാരണം എനിക്ക് മൂക്കിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു, അത് ശരിക്കും മാറിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതങ്ങ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എനിക്കിപ്പോൾ. പക്ഷെ ഞാനത് വീണ്ടും എനിക്കത് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടോണർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇത് സ്പ്രേ ചെയ്യാം. ഇത് എന്നിട്ട് ഒന്ന് ഡ്രൈ ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് നയസിനമൈഡ്, ഞാൻ ഓർഡിനറിയുടെ നയസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെർമാക്കോൻ്റെ നയസിനമൈഡ്, അതും ബെസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അത് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലല്ലോ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് ഓർഡിനറിയുടെ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1 year ആയിട്ട് നയസിനമൈഡ് ഇതിൻ്റെ ഓർഡിനറിയുടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ റൈസ് ടോണറിന് പകരം ഞാൻ ചിലപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ഇടാറുണ്ട് കേട്ടോ. എനിക്ക് മുഖത്ത് കുറേ ശ്രദ്ധിച്ചറിയാം, കുറേ കുഴികളുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ രാത്രി ഞാൻ മിക്കവാറും ഗ്ലൈക്കോളിക് ആസിഡ് ഇട്ടിട്ടാണ് നയസിനമൈഡ് ഇടാറുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ നിങ്ങൾക്ക് കാണിച്ചത്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എനിക്ക് എൻ്റെ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഓർഡിനറി നാട്ടിലുള്ളവർക്ക് അറിയാൻ കുറച്ചത് എക്സ്പെൻസീവ് ആണ്. ഇവിടെ ആയാലും ഒരു 5-6 pounds എങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ, നെക്സ്റ്റ് പ്രൊസീജിയർ മോയ്സ്ചറൈസർ ഇടാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിയർലി 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് E45യുടെ മോയ്സ്ചറൈസർ, 24 hour മോയ്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്ക് എൻ്റെ അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ്, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും, ചില സമയത്ത് നല്ലോണം ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് നാട്ടിലായിരുന്നപ്പോൾ ഡെർമാക്കോൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്കോളജിക്കയുടെയും മോയ്സ്ചറൈസർ മാറി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് രണ്ടും എനിക്കിഷ്ടമായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഇത് നല്ല ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊത്താറുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുന്നേ എൻ്റെ കയ്യിൽ സ്നെയിൽ മ്യൂസിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തീർന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു, അത് തീർന്നു. അപ്പോൾ അത് ഈ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ ഞാൻ അത് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പം അത് തീർന്നതുകൊണ്ട് അതിടുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ അംഗത്തിലേക്ക്, ബാക്കി ലെഫ്റ്റ് ഓവർ നമുക്ക് മേത്തും തയ്ക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ അംഗത്തിലേക്ക് കിടക്കുന്നത്, നമ്മുടെ ഫേസ് യോഗ. അപ്പോൾ ഫേസ് യോഗയിൽ ആദ്യം ഞാൻ ഹാൻഡ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെന്തോ പ്രഷർ പോയിന്റ് എന്ന് കണ്ടാൽ പറയാം, ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ഈ ഫോർഹെഡിൻ്റെ ഈ ഒരു പോർഷൻ
നല്ലോണം മസാജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചെവിയുടെ ഈ പോർഷനിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇവിടേക്ക് എന്തോ പ്രഷർ പോയിന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമ്മളൊന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രഷർ പോയിന്റ്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ഈ ജോ ലൈനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ ഞാൻ ജോ ലൈനിൻ്റെ ആണ് എപ്പോഴും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ജോ ലൈനിൻ്റെ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ഈ നമ്മുടെ 2 കൈയും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ തമ്പ് ഇവിടേക്ക് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം വലിച്ച് ഇങ്ങനെ ഇതാക്കുക. ഇതിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത്. ഇത് ഇവിടെ മാത്രം ശരിയായിട്ട് പോരല്ലോ. ഇത് ഈ ഒരു സംഭവത്തിനും കൂടി ഒരു ആ ഇലോങ്ങേറ്റഡ് ഫീലിംഗ് വേണം. അതിനാണ് നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. കുറേ പ്രഷറൊന്നും ഇടണ്ട കേട്ടോ, അത്യാവശ്യം പ്രഷർ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് ഇവിടുത്തെ ഒരു ഡിഫറൻസും ഇത് ഇവിടുത്തെ ശ്രദ്ധിച്ചു നോക്കി അറിയാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയുമെന്ന് അറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അറിയാൻ പറ്റും. ഇതിവിടെ കണ്ടോ, ഇതിവിടെ കുറച്ച് തൂങ്ങിയിരിക്കുന്നത്. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജങ്ക് തീറ്റ കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാറില്ല. പിന്നെ അതേ നെക്സ്റ്റ് സൈഡ് ഇത് ഞാനൊരു നിയർലി 30 പ്രാവശ്യമെങ്കിലും ചെയ്യും കേട്ടോ, ഓരോ സൈഡും. പിന്നെ എനിക്ക് മടി തീരെ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നും. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യും. ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്യുമ്പോൾ ഈ മുഖം ഇങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ എനിക്ക് അത്ര സുഖം തോന്നും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നാറുണ്ട്. അതാട്ടോ ഞാൻ കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതിനൊക്കെ എന്തൊക്കെയോ ഓർഡറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഓർഡറൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഫേസിന് വലിയ കുഴപ്പമില്ല എന്നുള്ളത് എൻ്റെ ഉദാഹരണമാണ്. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-30 എണ്ണം ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുള്ളത് ഇതേ കണ്ടോ, ചെറുതായിട്ട് ഡബിൾ ചിൻ ഉണ്ട്. അപ്പോൾ ഡബിൾ ചിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ 2 തമ്പ് തന്നെ യൂസ് ചെയ്തിട്ട് നല്ലോണം പുഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ചിന്നിനുള്ള വേറൊരു എക്സസൈസാണ് റൂഫ് കിസ്സിങ്. അത് കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇങ്ങനെ ഫേസ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെ പൗട്ടിയില്ലേ അതുപോലെ പിടിച്ചിട്ട് പിടിക്കുക, റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു പ്രഷർ നമുക്ക് ശരിക്കും നല്ലോണം ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ വലിയുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരും. അതും ഞാനൊരു ബ്രേക്ക് ഇട്ട് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം ചെയ്യും, ബ്രേക്ക് ഇടും. അങ്ങനെ ഒരു 30 എണ്ണം എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിക്കും ഒരു ദിവസം കേട്ടോ. അതുപോലെ അത് നമുക്ക് സൈഡ്സിലേക്ക് ഇത് ഈ ഭാഗത്തേക്കും ഒക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതേ പറഞ്ഞ പോലെ ഇങ്ങനെ പല സൈഡിലേക്കായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇപ്പം മറ്റേ ഐശ്വര്യലക്ഷ്മിയുടെ ഒക്കെ ഫേസിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രസം ഈ ഒരു ഭാഗത്ത് മാത്രം ചീക്കിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറേ റിസൾട്ട് വന്നിരിക്കുന്ന കാര്യമാണ് ഇത് ഇങ്ങനെ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതിങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ കോണ്ടർ ചെയ്ത പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിങ്ങനെ ചെയ്യുമ്പോൾ. ഒക്കെ നമ്മുടെ ഈ കൈ വിരലുകൾ വെച്ചിട്ടുള്ള പ്രയോഗം തന്നെ. പിന്നെ അതുപോലെ തന്നെയാണ് ഇത്. പിന്നെ ഞാൻ ചെയ്യാറുള്ള വേറെ ഒരെണ്ണമാണ് നമ്മുടെ ഫേസിന് ബലൂൺ പോലെ വീർപ്പിച്ചിട്ട് ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ
നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ സംഭവം കിട്ടും എന്നാണ് പറയുന്നത്. എനിക്കത് എൻ്റെ ഈ ഫേസിന് എനിക്ക് ശരിക്കും നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഈ രണ്ട് സംഭവത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ പോലെ തന്നെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ചെയ്തതിൻ്റെ ആയിരിക്കാം. ഇത് മെയിൻലി ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഇത്. പിന്നെ നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇത് നമ്മുടെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ഈ അണ്ടറയുടെ താഴെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മറ്റേ ബ്യൂട്ടി ഓഫ് ജോസറിൻ്റെ ഒരു ഐ ക്രീം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അത്യാവശ്യം റിസൾട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും കുറച്ച് നല്ല രീതിയിൽ ഒരു മസാജ് പോലെ കൊടുക്കുക. കാരണം എനിക്കൊക്കെ ഇപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഇതൊക്കെ അത്ര വേഴ്സായി തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പിരികത്തിൽ കുറച്ചൊരു ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ചൊരു മസാജ് പോലെ കൊടുക്കാറുണ്ട്. പിരികത്തിന് നമ്മുടെ ഫുൾ ഏതൊരു പോർഷനായാലും കുറച്ച് മസാജ് കിട്ടുന്നത് ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാൻ നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ പുരികം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, എനിക്ക് ഇത്തിരി ഫോർഹെഡ് കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ അവിടെ കുറച്ച് നല്ല രീതിയിൽ നല്ല പ്രഷർ യൂസ് ചെയ്തിട്ട് തന്നെ മസാജ് ചെയ്തങ്ങ് വിടാറുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, നമ്മുടെ ഈ ഫേസ് ഇങ്ങനെ ഈ കവിളിങ്ങനെ ചാടി നിൽക്കുന്നതിന് കുറച്ചൊരു കുറവ് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കവിളുണ്ടായിരുന്നു. അപ്പം അതിന് എനിക്കിതിനൊരു നല്ലൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 10 to 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഡെയിലി ചെയ്യാം കേട്ടോ, നല്ലതായിരിക്കും. പിന്നെ ഉള്ളത്, എനിക്കൊക്കെ ഇതിൻ്റെ താഴെ ഒരു കറുപ്പ് ഒരു ഷെയ്ഡ് എനിക്കുണ്ടായിരുന്നു. എനിക്കതിപ്പോൾ കുറേ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോന്നും പല വീഡിയോസും കണ്ട് അങ്ങനെയായിട്ട് അറിഞ്ഞിട്ട് ചെയ്യണതാ. അതെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്യുന്നത് നാക്കുകൊണ്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നല്ലോണം തള്ളുക. എന്ന് വെച്ചാൽ ഈ ഭാഗത്തൊന്നും വേറെ രീതിയിലൊന്നും ബ്ലഡ് ഫ്ലോ നമുക്ക് ആ ഒരു തിന്നുമ്പോൾ മാത്രം വരുമായിരിക്കും, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം. പിന്നെ ഉള്ളത് പിഞ്ച് ചെയ്യുക. ഈ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പിഞ്ച് ചെയ്തിങ്ങനെ കൊടുക്കുക. എനിക്കിതൊക്കെ അത്യാവശ്യം എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ള കാര്യമായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് ഉടനടി റിസൾട്ടൊന്നും ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ. കാരണം ഞാൻ നല്ലോണം ടൈം എടുത്തു. 2023 മുതൽ ട്രൈ ചെയ്ത് ഞാൻ ഓരോന്നും ചെയ്താണ് എൻ്റെ ഫേസിൽ നല്ല ചേഞ്ച് വന്നിട്ട്. ഞാൻ വേണമെങ്കിൽ പറ്റുന്ന ചെയ്യാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കാം. പിന്നെ ബ്രേക്ക് വന്ന ടൈമിലത്തെയും ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഇതാണ് എൻ്റെ പഴയ കോലം. നല്ല ചബ്ബി ഫേസായിരുന്നു, ജോലൈനൊന്നും ഇല്ല ഇതിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് വീണ്ടും പ്രാക്ടീസ് ചെയ്തെടുത്തിട്ട് ഒരു 8 months കഴിഞ്ഞിട്ടുള്ള കോലാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇതൊരു റിലീജിയസ് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാട്ടോ നിങ്ങളീ കാണുന്നത്. പിന്നെ മെയിൻ കാര്യം ഷുഗർ ഇൻടേക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ കുറയത്. അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് ഷുഗർ എന്നെ കൊണ്ട് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ മാക്സിമം എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ നല്ല രീതിക്ക് ഫേസ് യോഗ ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് കുറച്ചെങ്കിലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ കവിള് പെട്ടെന്ന് തന്നെ ചാടുന്ന ടൈപ്പാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഗുവാഷ. ഇതും നിങ്ങൾ പലരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ ഗുവാഷ ഞാനിപ്പോൾ ഇത് ഇവിടുത്തെ ഒരു തെമൂന്നെണ്ണ സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചതായിരുന്നു. എനിക്കിത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നിക്കണം കേട്ടോ. അതിലും ഞാൻ ചെയ്യുന്നത് മെയിനായിട്ട് ജോലൈൻ്റെ തന്നെയാണ്. അതിങ്ങനെ വെച്ചിട്ട് ഇത് അത്യാവശ്യം കുറേ പ്രഷറൊന്നും യൂസ് ചെയ്യണ്ട, കുറച്ച് പ്രഷർ യൂസ് ചെയ്തിട്ട് ചെയ്യാം രണ്ട് സൈഡും. നേരത്തെ നമ്മൾ കൈയോട് ചെയ്ത സാധനം ഇതുകൊണ്ടുകൂടി ചെയ്യുന്നു സ്റ്റോൺ വെച്ചിട്ട്. കാരണം ഇതിന്റെ ഷേപ്പ് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ്, അതുകൊണ്ട് അത് കുറച്ചും കൂടി ഗ്ലൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത് ഈ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെയും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുക. കാരണം എൻ്റെ ഫേസ് എനിക്ക് ലൈക്ക് ഇങ്ങനെ നിൽക്കാൻ എനിക്കിഷ്ടം, ഇങ്ങനെ ചാടി നിൽക്കണേക്കാളും ഇങ്ങനെ നിൽക്കാൻ എനിക്കിഷ്ടം. സോ ഞാൻ ഈ സ്റ്റോൺ വെച്ചിട്ട് ഇതിവിടെ നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടുമല്ലോ,
അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും, 2 സൈഡും ഞാൻ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ച് ഇതാക്കും. ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുമ്പോഴും ഓവർ പ്രഷർ കൊടുക്കരുത്, ഒക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാനിതിങ്ങനെ ഈ ഫോർഹെഡിലും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് മിണ്ട കുറച്ച് ഈ ഭാഗം കുറച്ച് ഇങ്ങനെ വീണ് കിടക്കുന്ന ടൈപ്പാണ്. അതിൻ്റെ ചില ഫോട്ടോസിലൊക്കെ ആയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ വ്യത്യാസവും എനിക്ക് അറിയുന്നുണ്ട്. കാരണം അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആട്ടോ അത് ഞാൻ ചെയ്തു തുടങ്ങി. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഈ ഒരു കണ്ണ് ഇതിങ്ങനെ ചെറുതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ ഭാഗം ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗുവാഷ വെച്ച് ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇത് വെച്ചിട്ടിങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ. ഇതിനപ്പുറം ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇത്രയൊക്കെ തന്നെ ഞാൻ മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ജോ ലൈനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കുറച്ച് ഫോട്ടോഷൂട്ട്സും പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ജോ ലൈൻ ഉള്ളപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മളിനി കോൺടോർ ചെയ്യാനും ഒക്കെ നിൽക്കണേക്കാളും ഭേദം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണെങ്കിൽ നല്ലതല്ല. പിന്നെ മാത്രമല്ല എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ആണോ എന്നറിയില്ല. ഞാനിതിപ്പോൾ ഡെയിലി ഇതൊരു എൻ്റെ ഒരു റൂട്ടീനാക്കി മാറ്റിയതിൻ്റെ ചേഞ്ചസ് ആണോ എന്നറിയില്ല. നാട്ടിലുണ്ടായിരുന്ന നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും എൻ്റെ സ്കിന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്താ പറയുക, ഇതുപോലെ സജഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ അതുപോലത്തെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. ഇതിലെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കിതൊന്നും ചെയ്തിട്ട് എനിക്കൊരു ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ചെയ്തിട്ട് എനിക്കൊരു മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചിലർക്ക് ഇതൊന്നും പറ്റണം എന്ന് വരില്ല. ഇതിലത്തെ പ്രൊഡക്ട്സ് ആയാലും ഞാൻ കാണിച്ചു തന്ന പ്രൊഡക്ട്സ് ചിലർക്ക് പറ്റണം എന്നില്ല. സോ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.